നൂർജഹാൻ ഭാഗം 3. നൂറ സക്കീറയുടെ റൂമിലേക്ക് ചെന്നു. സക്കീറ അവളുടെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്. ഇത്താത്ത, നീയോ? എന്താ മോളെ? ഞാൻ നാളെ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകും. എവിടെ പോയാലും എൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ. ഞാൻ നിന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, അതിനെല്ലാം മാപ്പ്. അങ്ങനെ പിറ്റേന്ന് നൂർജഹാൻ കുൽസുവിൻ്റെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ ആരോ ബെല്ലടിച്ചു. നൂറ വാതിൽ തുറന്നതും ഞെട്ടിത്തരിച്ചു. കുഞ്ഞാപ്പു, നീയേനോ? എത്ര ദിവസമായിടാ എന്നെ കണ്ടിട്ട്? കുൽസുവിൻ്റെ ഉമ്മ ചോദിച്ചു. ഞാൻ ജോലിയുടെ ആവശ്യത്തിന് തിരുവനന്തപുരം വരെ പോയതായിരുന്നു. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ. ഇത് കുഞ്ഞാപ്പു, ഞങ്ങളുടെ അയൽവാസിയാണ്. ഭാഗം 4. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഇക്കാക്ക സുഖാണോ? ആ, അനക്കോ? ചെയ്യാത്ത തെറ്റിനാ ഈ എന്നെ കുറ്റപ്പെടുത്തി ഇറങ്ങിപ്പോയോ? അതെനിക്ക് മനസ്സിലായി. എങ്ങനെ? ആയിഷ പറഞ്ഞു എല്ലാ സത്യവും. ഓ, ഓൾക്ക് നിങ്ങളെ ഇഷ്ടേനു. അപ്പോൾ നമ്മൾ തമ്മിൽ തെറ്റിച്ചാൽ ഓൾക്കും നിങ്ങൾക്കും സുഖമായി ജീവിക്കാം എന്നോൾ കരുതി. അത് ശരി. ഓൾക്ക് ക്യാൻസറാണ്. ഇനി അധികം നാളില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഓൾ എന്നോടെല്ലാം പറഞ്ഞത്. എന്ത് പറഞ്ഞു എന്ന്? നമ്മളെ തമ്മിൽ തെറ്റിച്ചത് ഓളാ. എന്തൊക്കെയാണ് ഈ പറയാത്തത്? സത്യമാണിക്ക. ആദ്യം ഓൾ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചു. അത് ഓൾക്ക് നിങ്ങൾ അയച്ചതാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അതേ ശബ്ദമായിരുന്നു അത്. പക്ഷെ അത് ഞാൻ വിശ്വസിച്ചില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളുള്ളൊരു വൃത്തികെട്ട വീഡിയോ വന്നു. അത് കണ്ടോട്ടാ ഞാൻ നമ്മുടെ മോനെ എടുത്ത് ഇറങ്ങിയത്. തുടരും.